നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ എൻ്റെ തമ്പുരാനേ, ഉത്ഥാനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ ഞങ്ങളോടൊപ്പം നടന്നവനെ, നല്ല തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്നു തന്നവനെ, എക്കാലവും ഞങ്ങളോടൊപ്പം ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഞങ്ങളുടെ മേൽ വർഷിച്ചവനായ നല്ല തമ്പുരാനെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ജീവിപ്പിക്കുന്നവനെ, എന്ന് ഞങ്ങൾക്ക് ചൂട് തരുന്നവനെ, അഗ്നിയായവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കിയവനെ എന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഞങ്ങളോട് അരുളി ചെയ്ത് പരിശുദ്ധാത്മാവിനെ തീനാളങ്ങളായി സ്നേഹന്മാരുടെ ഉള്ളിലേക്ക് പതിപ്പിച്ചവനെ എന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, ആത്മാവിനെ തന്നവനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന ഈശോയെ. ആത്മാവാം ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു. അഗ്നിയായവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അഗ്നിയായി നിറഞ്ഞവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അഗ്നിനാളങ്ങളായി സ്നേഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളിലേക്ക് കത്തിപ്പടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നേക്ക് ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന തമ്പുരാനെ നിന്നെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവാം ദൈവമേ
ആരാധിക്കുന്നു. ആത്മാവാം ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവാം ദൈവമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഈശോ ഈ ലോകത്തിലേക്ക് പടർത്തി തന്ന തീയായ ആത്മാവേ ഞങ്ങളിൽ വന്ന് കത്തി പടരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവായ ദൈവത്തെ ഞങ്ങളുടെ ഉള്ളിലേക്ക് അയക്കണമേ. അഗ്നിയായി ഞങ്ങളുടെ ഉള്ളിൽ കത്തി പടരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവായ ആത്മാവിനെ അഗ്നിയായി ഞങ്ങളുടെ ഉള്ളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുത്തണമേ. തീയായി ഇറങ്ങണമേ ആത്മാവേ, അഗ്നിയായി ഇറങ്ങണമേ ആത്മാവേ. അഗ്നിയായ ആത്മാവിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, മാമോദീസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ഒക്കെ നീ ഞങ്ങളുടെ ഉള്ളിലേക്ക് കത്തിച്ചു തന്ന ആത്മാവായ ദൈവത്തെ ഉള്ളിൽ കത്തി ജ്വലിപ്പിക്കുവാനുള്ള കൃപ തരണമേ. ഉള്ളിൽ കത്തി ജ്വലിക്കുന്നവരായി കർത്താവേ, നിന്നെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ എരിയപ്പെടുന്നവരായി ഞങ്ങളെ നീ മാറ്റണമേ. കർത്താവേ, ദൈവാലയത്തെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ നീ എറിഞ്ഞതുപോലെ കർത്താവേ, ആത്മാവിനാൽ എറിയപ്പെടുവാനുള്ള കൃപ തരണമേ. സ്ത്രീഹന്മാർ എരിഞ്ഞതുപോലെ എരിയുവാനുള്ള കൃപ തരണമേ. ആളി പടർന്നതുപോലെ ആത്മാവിനാൽ കത്തി ജ്വലിക്കുവാനുള്ള കൃപ തരണമേ. ലോകത്തിന്റെ പ്രകാശമാക്കി നീ ഞങ്ങളെ മാറ്റണമേ. ആത്മാവാൽ കത്തി ജ്വലിപ്പിച്ച് ഞങ്ങളുടെ നാട് മുഴുവൻ പ്രകാശം വരുത്തുന്നവരായി, അനുഗ്രഹം ചൊരിയുന്നവരായി കർത്താവേ, നീ ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവികാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ദിവികാരുണ്യത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആത്മാവിനെ, തീയായി കത്തിപ്പടരുന്ന ആത്മാവിനെ നമ്മളിലേക്ക് കത്തിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്ന ആത്മാവിനെ ആളിപ്പടരുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ഉള്ളിൽ നീ കത്തിച്ചു തന്ന ആത്മാവിനെ ഉള്ളിൽ ആളിപ്പടർത്തുവാനുള്ള കൃപ തരണമേ. തീക്ഷ്ണതയാൽ ഞങ്ങളെ എരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, നിന്റെ മിഷണറിമാരാക്കി ഞങ്ങളെ നീ മാറ്റണമേ. നിന്റെ വചനം പറയുന്നവരാക്കി മാറ്റണമേ. ലോകത്തിന്റെ പ്രകാശമാക്കി മാറ്റണമേ. അബ്രാഹത്തെ നീ അനുഗ്രഹിച്ചതുപോലെ കടന്നു ചെല്ലുന്ന എല്ലായിടത്തും അനുഗ്രഹമാക്കി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ ചുമന്നുകൊണ്ട് നടന്നപ്പോ അവിടെ എവിടെയൊക്കെ കയറി ചെന്നോ അവിടെ എല്ലായിടത്തും പരിശുദ്ധാത്മാവിനെ കത്തിച്ചു കൊടുത്തതുപോലെ ഞങ്ങൾ കടന്നു ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും ആത്മാവിനാൽ കത്തി ജ്വലിപ്പിക്കപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ അയൽപ്പക്കത്ത്, ഞങ്ങളുടെ ബന്ധുജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും ആത്മാവ് നിറയപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ഏലീശാ പുണ്യവതിയെ ചെന്ന് കണ്ടപ്പോൾ അവളുടെ ഉദരത്തിലുള്ള ശിശു പോലും കുതിച്ചു ചാടുമാറ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ കർത്താവേ, ഞങ്ങളെ നീ നിറയ്ക്കണമേ. ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ആത്മാവിന് വേണ്ടി വിട്ടുതരുന്നു. സ്നേഹന്മാര് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ ആത്മാവിനാൽ കത്തി ജ്വലിപ്പിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പന്തക്കുസ്താനുഭവം ഞങ്ങൾക്ക് തരണമേ. നീ നൽകുന്ന ആത്മാവിനെ സ്വീകരിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി നമുക്ക് വിട്ടുകൊടുക്കാം. സ്നേഹന്മാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവേ, നീ തരുന്ന ആത്മാവിനെ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീനാവുകളായ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നതുപോലെ ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളുടെ മേല് ആത്മാവ് വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കത്തി ജ്വലിക്കട്ടെ. കർത്താവേ, നിന്റെ വചനം ഞങ്ങളുടെ നാവിൽ വെച്ച് തരണമേ. സ്നേഹന്മാർ ആത്മാവിനെ സ്വീകരിച്ചപ്പോൾ ധൈര്യം കിട്ടിയതുപോലെ നിന്റെ വചനം പറയുവാൻ, നിന്റെ വചനം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുവാൻ, നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി കാണിച്ചു കൊടുക്കുവാനുള്ള കൃപ തരണമേ, അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നവർക്ക് അവൻ ആത്മാവിനെ തരും. ചോദിക്കുന്നവർക്ക് അവൻ എത്രയോ അധികമായി ആത്മാവിനെ നൽകുകയില്ല. കർത്താവേ, നീ ഞങ്ങൾക്ക് ആത്മാവിനെ തരണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹന്മാരുടെ മേൽ കത്തിപ്പടർന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലും വന്ന് നിറയണമേ. ആത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ ചങ്കോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞതുപോലെ ആത്മാവേ,
അഗ്നിയായവന് ഞങ്ങളിൽ നിന്ന് നിറയണമേ. ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നമുക്കുള്ളുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ, സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയായി അഗ്നിയായി ഞങ്ങളിൽ വന്ന് നിറയണമേ. അഗ്നിയേകി നയിക്കണേ. വെളിച്ചമാകണമേ, ഞങ്ങളുടെ ചൂടാകണമേ. ലോകം മുഴുവന്റെ മുമ്പിലും പ്രകാശിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ആക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആലയമാക്കി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ വഹിച്ചുകൊണ്ട് നടന്നതുപോലെ ഞങ്ങളും ആത്മാവിന്റെ ആലയമായി ആത്മാവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന തീ നാളങ്ങളായി മാറ്റണമേ. വിളക്ക് മറ്റുള്ളവർക്ക് കത്തിച്ചു കൊടുക്കുന്നത് പോലെ ആത്മാവിനെ കൊണ്ട് കത്തി ജ്വലിപ്പിക്കപ്പെടുവാനുള്ള കൃപ തരണമേ. ഞങ്ങളുമായി ബന്ധപ്പെടുന്ന സകലർക്കും അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ നാവിനെ ആത്മാവിന്റെ ആയുധമാക്കി മാറ്റണമേ. വചനം പറയുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ നാവ് അഗ്നിയായി ജ്വലിക്കട്ടെ. നാവ് തീയാണെന്ന് കർത്താവ് നീ പറയുന്നുണ്ട്. ആ തീ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന തീയാവാതെ എല്ലാം സൃഷ്ടിക്കുന്ന തീയായി മാറട്ടെ. എല്ലാം പുതുതായി രൂപാന്തരപ്പെടുത്തുന്ന തീയായി മാറട്ടെ. ആത്മാവാകുന്ന തീയായി ഞങ്ങളുടെ നാവിനെ നീ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ മുഴുവൻ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ആത്മാവിന്റെ ആലയമാക്കി നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് എന്നാണ് ഈശോ പറഞ്ഞ വാക്കുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ഇന്ന് നമ്മൾ തമ്പുരാൻ തരുന്ന വലിയ സന്ദേശം ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49-ാമത്തെ വാക്യം അതിപ്രകാരമാണ്: ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ. കർത്താവ് വന്നത് എന്തിനാണെന്നറിയാവോ? ഭൂമിയിൽ തീയിടാനായിട്ടാണ് വന്നത്. അത് ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ. എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്, അതുവരെ ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ തീ ഇടാനായിട്ടാണ് വന്നത്. ഈ തീ എങ്ങനത്തെ തീയാണെന്ന് നമ്മൾ പിന്നീട് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 3-ാം വാക്യം. കർത്താവ് പറയുന്നു, ഈ തീ സ്വീകരിക്കാതെ നിങ്ങൾ ജെറുസലേം വിട്ട് പുറത്തു പോകരുത്. അപ്പം വളരെ വ്യക്തമാണ്, ഈശോ ഈ ലോകത്തിലേക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന തീ എങ്ങനത്തെ തീയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് തീയുടെ രൂപത്തിൽ തന്നെ ആ സമയത്ത് വരുന്നത്. ഈ ആത്മാവിനെ സ്വീകരിക്കാതെ വചനം പറയാൻ പോവരുത്, വേറെ ഒരു കാര്യം ചെയ്യാൻ പോവരുത് എന്ന് കർത്താവ് കൃത്യമായിട്ട് പറയും. ഈ തീ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ വന്നുവെങ്കിൽ അവർ വഴി ഇന്ന് നമുക്കും തന്നിട്ടുണ്ട്. ഈ തീ കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ, അതാണ് കർത്താവ് പറയുക. കർത്താവ് തന്നിട്ടുണ്ട്, ഈ ലോകത്തിലേക്ക് കർത്താവ് ഈ തീ തന്നിട്ടുണ്ട്. അത് ജ്വലിച്ചിരുന്നുവെങ്കിൽ ഒരു കനലായി നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ ആത്മാവ് കടപ്പുണ്ട്. ഊതി കത്തിച്ചാൽ അത് ആളിക്കത്തും. തീയുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ. തീ ആളിക്കത്തിയാൽ തൊട്ടടുത്തുള്ള ആർക്കും തീ പിടിക്കാതിരിക്കാൻ പറ്റുകയില്ല, അല്ലേ? തീ കത്തിയിട്ടുണ്ടെങ്കിൽ അത് പച്ചയാണെങ്കിൽ പോലും തൊട്ടടുത്ത് കിടപ്പുണ്ടെങ്കിൽ അതിലേക്ക് പടരും, ഉറപ്പായിട്ടും പടരും. അതുകൊണ്ട് നമ്മളിൽ കത്തി ജ്വലിക്കാത്തതാണ് ഈ പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിലേക്ക് പകരാതെ പോകുന്നതിനുള്ള കാരണം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മുടെ ദൗത്യം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകം മുഴുവൻ്റെ മുമ്പിൽ കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. ആരായിരുന്നറിയാവോ? യോഹന്നാൻ മാംദാന. കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവനെന്ന് ഈശോ തന്നെ യോഹന്നാൻ മാംദാനയെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. ആ വിളക്ക് അവിടെ കത്തി ജ്വലിച്ചപ്പോൾ
ഏതെല്ലാം തലത്തിലുള്ള ആളുകളാണെന്നറിയാം അവൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞത്, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ, ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? ഈ യോഹന്നാൻ മാതാന പറയും, നിങ്ങൾ മാനസാന്തരപ്പെട്ടു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ കത്തിയപ്പോൾ എല്ലാ പ്രാണികളും വരുന്നത് പോലെ, കത്തി നിൽക്കുന്ന ഒരു വിളക്കിലേക്ക് പ്രാണികളെല്ലാം അടുത്തടുത്ത് വരുന്നത് പോലെ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നിന്നെ തമ്പുരാൻ കർത്താവ് ഒരു നാട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കത്തി ജ്വലിച്ചാൽ നിന്റെ അടുത്തേക്ക് ആളുകൾ വരും. അങ്ങനെ വന്നില്ല എങ്കിൽ വെറുതെയാണ് നിനക്ക് മാമോദിസ കിട്ടിയത്, വെറുതെയാണ് നീ സ്ഥൈര്യലേപനം സ്വീകരിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ കത്തി ജ്വലിപ്പിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാനായിട്ട് പറ്റണം. കത്തി ജ്വലിക്കാത്ത കാര്യങ്ങൾ വളരെ മോശമാണ്. തീ ഉണ്ട്, പക്ഷെ അത് കത്തുന്നില്ല. അത് വേസ്റ്റാണ്, അവിടെ കിടക്കുക, കനലായിട്ട് വെറുതെ അവിടെ കിടക്കുക, ഒരു പ്രയോജനവും ഉണ്ടാവാതെ. അത് കത്തി ജ്വലിക്കണം, അത് തീക്ഷ്ണതയാൽ എറിയപ്പെടണം, എങ്കിലേ തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ അതിന് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ ജ്വലിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ആയിരിക്കുക. ഈ ഏലിയ പ്രവാചകന്റെ അടുത്ത് കർത്താവ് വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടോ? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 10 മുതൽ 14 വാക്യങ്ങൾ. അതിനകത്ത് ഈ ദൈവം പ്രത്യക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ദൈവം ഏലിയായോട് ചോദിക്കുകയാണ്, നീ അവിടെ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഈ ഏലിയ പറയുന്ന ഒരു വാക്ക് പ്രകാരമാണ്. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. വീണ്ടും ചോദിക്കുമ്പോൾ വീണ്ടും അതീവ തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്നെ ഇങ്ങനെ നിർത്തരുത്, എന്നെ കത്തിച്ച് വിടണം, എന്നെ കത്താനായിട്ട് അനുവദിക്കണം എന്നാണ് ഏലിയ പ്രവാചകനൊക്കെ പറയുക. അപ്പം അതുകൊണ്ട് കത്തി ജ്വലിപ്പിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കണം. നമ്മുടെ ഉള്ളിൽ കർത്താവ് ഫ്രീ ആയിട്ട് തന്നതാണ് പരിശുദ്ധാത്മാവിനെ. അതാണ് എൻ്റെ വ്യത്യാസം. ഫ്രീ ആയിട്ട്, നിന്റെ യോഗ്യത നോക്കാതെ കർത്താവ് ഫ്രീ ആയിട്ട് നിനക്ക് ആത്മാവിനെ തന്നു മാമോദിസയിലൂടെ. നിന്റെ യോഗ്യതയൊന്നും ഇല്ലായിരുന്നു. നീ മാമോദിസ സ്വീകരിച്ചത് നിന്റെ ഇഷ്ടം കൊണ്ടൊന്നുമല്ല, അതല്ലെങ്കിൽ നീ ഏറ്റു പറഞ്ഞത് കൊണ്ടൊന്നും അല്ല. നിനക്ക് മാമോദിസ എനിക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടുമല്ല. ഈ മാമോദിസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നിനക്ക് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കർത്താവ് ഫ്രീ ആയിട്ട് തന്നു. സ്ലീഹന്മാരൊക്കെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മേടിച്ച ആത്മാവിനെ നിനക്ക് വെറുതെ ഫ്രീ ആയിട്ട് കർത്താവ് തന്നു. അതിനെ കത്തി ജ്വലിപ്പിക്കുക എന്നുള്ളത് നിന്റെ കടമയാണ്. തമ്പുരാനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ എരിയണം, ആത്മാവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ എരിയണം. ആത്മാവിനെ നേടാനുള്ള ദാഹത്താൽ നമ്മൾ എരിയണം. അതല്ല എങ്കിൽ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെത്തുമ്പോൾ നീ ഒരാത്മാവിനെയെങ്കിലും നേടിയിട്ട് ഈ ലോകത്തിൽ നിന്ന് പോകാവുള്ളേ. ഒരാത്മാവിനെയെങ്കിലും നേടിയിട്ടേ ഈ ലോകത്തിലേക്ക് പോകാവുള്ളൂ. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ കൃത്യമായിട്ട് പറയുക, ആരെങ്കിലും അവിശ്വാസിയായിരിക്കെ ആരുടെയെങ്കിലും പ്രേരണയാൽ അവൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ അവൻ തൻ്റെ തന്നെ പാപത്തിന് പരിഹാരമാണ് ചെയ്യുന്നത്. നീ തീക്ഷ്ണതയാൽ എറിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, നിനക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമല്ല. എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റും? മൂട്ടിൽ തീ പിടിച്ചവൻ ഓടി നടക്കാനല്ലാതെ വേറെ എന്തിനാ പറ്റുക? തമ്പുരാൻ പറയുന്ന കാര്യമാണ്. ഇതുപോലെ തീ കത്തി ഓടി നടക്കേണ്ടവരാണ് നീയൊക്കെ. എൻ്റെ പ്രിയമുള്ളവരെ, സ്ലീഹന്മാർക്ക് തീ കിട്ടിയ സെക്കൻഡിൽ അവർ ഇറങ്ങി ഓടി, പേടിച്ച് വിറച്ച് ഭയന്ന് വിറച്ച് കടകടച്ച് അകത്തിരുന്ന ആൾക്കാരാണ്. ഈ തീ തലയിലേക്ക് കിട്ടി, പിന്നെ അവർക്ക് ഒരു പേടിയില്ല. രാജകൊട്ടാരത്തിലേക്കൊക്കെ കയറി ചെല്ലുകയാണ്. അവർ പറയും, ഞങ്ങൾ നിന്നെ വെറുതെ വിട്ടേക്കാം, നീ ഇനി മേലെ കർത്താവിനെ കുറിച്ച് പറയാതിരുന്നാൽ മതി. അവർ പറയും, ഇതല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് പറയാനില്ല, നീ വേണേ ഞങ്ങളെ കൊന്നു, ഒരു കുഴപ്പമില്ല. ചാകാനും റെഡി ആയിട്ട് നടക്കുകയാണ് അവരൊക്കെ, നമ്മുടെ ഒരു അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ ഭയങ്കര തീക്ഷ്ണതയാണ്. എന്ത് വന്നാലും ആരുടെ മുമ്പിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയും. ചിലപ്പോഴൊക്കെ അച്ഛന് വധഭീഷണി വരെ കിട്ടിയിട്ടുണ്ട്. ചില സമയത്തൊക്കെ അച്ഛനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ, ചില പാർട്ടിക്കാർക്കെതിരായിട്ടും അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ വധഭീഷണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ഒരാൾ തട്ടിക്കളയുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അയാളോട് പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ഇരിക്കുകയാണ്. എടാ, ചാകാൻ നടക്കുന്നവനെ മുട്ടുസൂചി കാണിച്ച് പേടിപ്പിക്കലടാ. അവൻ തമ്പുരാന് വേണ്ടി ചാകാൻ നടക്കുകയാണ്. ഈ അച്ഛൻ തമ്പുരാന് വേണ്ടി ചാകാൻ നടക്കുക. എന്നെ കൊന്നാൽ ഞാൻ രക്തസാക്ഷിയാകും, ഞാൻ പെട്ടെന്ന് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അച്ഛൻ നടക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവർ, ഈ സ്ലീഹന്മാരെല്ലാം നടന്നത് അങ്ങനെയാ. കാരണം അവർക്ക് തീ പിടിച്ചവരായിരുന്നു. കർത്താവ് കോരിയിട്ട തീ കത്തി ജ്വലിച്ചവരായിരുന്നു അവരെല്ലാവരും. അതുകൊണ്ടാണ് അവർക്ക് ഇരിക്കാൻ പറ്റാതെ ഓടി നടക്കുകയാണ്. നമുക്കറിയാം, ഈ ചില വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ സെബസ്ത്യാനോസ് പുണ്യവാളനെ ഒരു പ്രാവശ്യം അമ്പ ചെയ്ത് കൊന്നു.
അല്ലെ, ഒരു വിധത്തിൽ പറഞ്ഞാൽ കൊന്നു, ചത്തെന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോയതാണ്. അവിടെ നിന്ന് അല്പം ജീവനുണ്ടായിരുന്നു. ഒരു സ്ത്രീ എടുത്തുകൊണ്ട് പോയി രക്ഷപ്പെട്ടിട്ട് ആ വഴിക്ക് അങ്ങ് പോയാൽ പോരെ. പുള്ളി പിന്നെയും തിരിച്ചു കയറി ചെല്ലുകയാണ് രാജാന്റെ മുമ്പിൽ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാൻ. ഗദ കൊണ്ട് അടിച്ചു കൊന്നു. ചാകാൻ നടക്കുകയാണ്. ചത്താലും തമ്പുരാനെ പ്രതി പറഞ്ഞിട്ടേ ചാകുള്ളൂ എന്ന തീഷ്ണതയാൽ എരിഞ്ഞു നടക്കുക. കാരണം അവർക്ക് കിട്ടിയത് തീ കത്തി ജ്വലിച്ചവരാണ് അവരൊക്കെ. നമ്മളൊക്കെ ഇത് കെടുത്തിക്കളയല്ലേ, വെള്ളം ഒഴിച്ച് കെടുത്തിക്കളയുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കെടുത്തി ജീവിക്കുന്നവരായി നമ്മൾ മാറാൻ ഇടവരരുത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദിവസം തമ്പുരാൻ നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്, കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്ന വലിയ ദാനം അത് വാങ്ങിച്ചെടുക്കുവാനായിട്ടാണ്. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും അപ്പന്മാര് മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് പെറുക്കി കൊടുക്കുവോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുവോ? ഇല്ലല്ലോ. എന്നിട്ട് കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: അങ്ങനെയാണെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് തന്നെ സ്നേഹിക്കുന്ന പിതാവ് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന എന്താണെന്നറിയാവോ? കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് തരണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന പ്രാർത്ഥന നീ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന പ്രാർത്ഥന അതാണ്. അത് നീ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, അഗ്നിയായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് കത്തിക്കണമേ, കത്തിച്ചു തരണമേ. നമുക്ക് തമ്പുരാന്റെ തിരുമുമ്പാകെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഇറക്കി തന്ന ദിവികാരണത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, കർത്താവേ, വലിയ അഗ്നിയായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. സ്ലീഹന്മാരുടെ മേൽ നീ കൊടുത്ത പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ആഗ്രഹിക്കുന്ന കർത്താവെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രയും കാലവും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ ജ്വലിക്കണമെന്ന്. നീ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തന്ന, ഫ്രീ ആയിട്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് പകർത്തി തന്ന പരിശുദ്ധാത്മാവിനെ ഒന്ന് കത്തിച്ചു തരണമേ. സ്ലീഹന്മാരെ പോലെ തീഷ്ണതയാൽ എരിയുന്നവരായി ഞങ്ങളെ നീ മാറ്റണമേ. നിനക്ക് വേണ്ടി ഓടി നടക്കുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണ മനസ്സോടുകൂടെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുത്ത്, എൻ്റെ കർത്താവേ, നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ, നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ കത്തിക്കണമേ. കർത്താവേ, നീ കോരിയിടാൻ വന്ന അഗ്നി ഞങ്ങളുടെ ഉള്ളു മുഴുവൻ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൽ തീയിടാനാണ് ഞാൻ വന്നത്. കർത്താവേ, നിന്റെ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങട്ടെ. എന്നിൽ തീ കോരിയിടാനായിട്ടാണ് നീ വന്നത്. എന്നിൽ നീ തീ കത്തിക്കണമേ, ആളി കത്തിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ, പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീയിടുക. യോഗ്യതയില്ലാതെ എന്നിൽ കർത്താവേ തീ കത്തിക്കണമേ. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. അഗ്നിയായ ആത്മാവേ, എല്ലാ പാപക്കറകളും കത്തിച്ചു കളഞ്ഞ് എല്ലാം മാറ്റി നിർത്തി എന്നെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കുന്ന അഗ്നിയായി എൻ്റെ ഉള്ളിൽ നീ കത്തിപ്പടരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ, ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ തീയിടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കത്തിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഞങ്ങൾക്ക് പകർന്നു തരണമേ. ഞങ്ങളുടെ കുടുംബത്തെ ഒരു നാടിൻ്റെ വിളക്കാക്കി നീ മാറ്റണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശേണമേ ആത്മമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശേണമേ ആത്മമഴയായി പെയ്യണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന.